എല്ലാവരും സുഖമായിട്ടിരിക്കുകയാടാ. എനിക്ക് ചെറിയൊരു വയ്യായിക വന്ന് എനിക്കൊരു അബദ്ധം പറ്റി. ചിലന്തി വലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, മാറാലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് അലർജി ഉള്ളതാണ്. ഇന്നലെ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം മാറാല കണ്ടപ്പം ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. സാധാരണ അണ്ണനാ ക്ലീൻ ചെയ്യുന്നത്. മാസ്ക് ഇട്ടാ ചെയ്ത്, പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് പണി പാളി. ശ്വാസം മുട്ടുപോലൊക്കെ ആയി, അലർജിയായി. ഫുൾ നൈറ്റ് ഉറങ്ങാൻ പറ്റിയില്ല. ശരീരം മൊത്തം വേദനയും വല്ലാത്തൊരു സിറ്റുവേഷനായി. ശ്വാസമൊക്കെ കിട്ടാതെ അങ്ങനെ രാവിലെ എണീക്കുമെന്ന് കരുതിയില്ല. രാവിലെ എങ്ങനെയൊക്കെയോ എണീറ്റു. നമുക്കൊന്നും വേവിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ജിമ്മിക്കും റാണിക്കും വയറ്റിക്കും കുട്ടിപ്പട്ടാളങ്ങൾക്കും എല്ലാവർക്കും അവർക്കുള്ള ഫുഡ് മാത്രം റെഡിയാക്കി. കാരണം മറ്റുള്ളതൊക്കെ റെഡിയാക്കാൻ വയ്യ. ഇപ്പം അങ്ങോട്ട് അവർക്ക് റെഡിയാക്കി രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് കിടന്നതിന് ശേഷം ഇപ്പോൾ എണീറ്റുള്ളൂ. ഫുഡ് നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഷോപ്പിലും 7-8 കുഞ്ഞുങ്ങൾ വരുമല്ലോ, ഡോഗ്സ് വരും. അപ്പോൾ അവർക്കുള്ള ഫുഡും റെഡിയാക്കണം. അപ്പോൾ അണ്ണനും കൂടെ കയറി എന്നോട് ഒപ്പം നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് റെഡിയാക്കാൻ പറ്റിയത്. കാരണം വലിയൊരു പാത്രത്തിൽ വേണം ചോറൊക്കെ റെഡിയാക്കാൻ. ഇത്രയും ഡോഗ്സിന് റെഡിയാക്കണ്ടേ. അപ്പോൾ അണ്ണൻ്റെ ഹെൽപ്പുള്ളതുകൊണ്ടാണ് എല്ലാം സാധിക്കുന്നത്. തുറന്നു വിട്ടപ്പോൾ എന്താ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ടാ, വൈറ്റമ്മ ഇപ്പോൾ ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. കുഞ്ഞു വാവകളുടെ കണക്കാണ്. എപ്പോഴും നമ്മൾ അടുത്ത് വന്നിരിക്കും. നമ്മൾ കൈ തടവി കൊടുത്ത്, തല ഇങ്ങനെ തടവി കൊടുത്തില്ലെങ്കിൽ അവൾ മുഖം വെച്ച് നമ്മളെ കൈ പൊക്കിയെടുത്ത് അവളെ തലയിൽ വയ്ക്കും. എവിടെ ഇരുന്നാലും ഇതുപോലെ വന്നങ്ങ് ഇരിക്കും. ചെവിയുണ്ട്, ആന ചെവിയാണ് കേട്ടോ. ഇനിയിപ്പം ഇച്ചിരി ഒരു ഇതായിട്ടുണ്ട്. ഇനി ഷോപ്പിൽ ഉച്ചയാകുമ്പോഴത്തേ പോകാമെന്ന് കരുതുക. അപ്പോൾ ഷോർട്സ് ഒന്നും ഇന്ന് ഇടാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലോങ് വീഡിയോ പോലെ ആക്കി അങ്ങ് ഇടാമെന്ന് കരുതി. ഇന്നലെ ഇവിടെ നല്ലപോലെ മഴയൊക്കെ പെയ്തു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ കിട്ടിയോ? നമുക്ക് രാത്രിയിൽ അരമണിക്കൂർ നല്ല മഴ കിട്ടി. ഇന്നും ചെറുതായിട്ട് കോളുണ്ട്, മഴക്കോളൊക്കെ ഉണ്ട്. ഇന്നും ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നും മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ. ഇമ്മിയേ വാ, ദേഷ്യമോ പിടിച്ചു കഴിഞ്ഞാൽ ദേഷ്യമാണ്. ഒറ്റപ്പെട്ടാളങ്ങളൊക്കെ മേളിലാണ്. ഇനിയിപ്പം അണ്ണ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വരും. വന്നു കഴിയുമ്പോൾ അവർക്കുള്ള ഫുഡ് അങ്ങ് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇനി ഒരുമിച്ച് ഷോപ്പിൽ പോകും. എനിക്ക് മേളിലോട്ട് കയറി പോകാൻ വയ്യ, അതുകൊണ്ട് അവരെ വീഡിയോ എടുക്കാത്ത. ചെറിയൊരായ്പുണ്ട്. ഞാൻ രാവിലെ അവിടെ കിച്ചണിൽ ഇരുന്ന് നിന്നൊക്കെ ജോലി ചെയ്തപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നിട്ട് അവളെ ഞാൻ തടവി കൊടുക്കും. ഞാനൊന്നാതെ വയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ തടവി കൊടുക്കണം. ഇനിയിപ്പോൾ വൈകുന്നേരം ഹോസ്പിറ്റലിലൊന്ന് പോകണം. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ്. അവൾ ഇറങ്ങി വരത്തില്ല എന്ന് പറഞ്ഞ് ഒരുത്ത അവിടെ കുത്തിയിരിക്കുന്നുണ്ടാ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? ഇങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാ? റാണി ഭർത്താവേ, ഒന്ന് എണീറ്റ് വാ. നോട്ടം കണ്ടില്ലേ? ചുന്നരമണിയൻ, ചുന്നരം മോനാണ്, ചുന്നരം മോൻ. റാണമ്മ ഇറങ്ങി വാ. നീ എന്താ ഇറങ്ങാത്ത? കൂട്ടിൽ തന്നെ കിടക്കുന്നേ. അവൾ ചില സമയം കൂട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, അതിനകത്ത് തന്നെ കിടക്കും. വാ, ഇറങ്ങി വാ റാണി. വയറ്റിൽ പോയി ഇളം വെയിൽ കൊള്ളുന്നുണ്ടോ? ഇന്നലെ ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഇന്നലെ റാണീനെ വെയിറ്റിനെ ഒരുമിച്ച് ഒരു കൂട്ടിലിട്ടിട്ടാണല്ലോ നമ്മൾ ഷോപ്പിൽ പോണത്. എന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് വീണ്ടും എല്ലാവരെയും തുറന്നു വിടുന്ന കൂട്ടത്തിൽ അവരെയും തുറന്നു വിടും. ഉച്ചയ്ക്ക് നമ്മൾ വന്ന് നോക്കിയപ്പം രണ്ടുപേരും കടിപിടി കൂടി പിണങ്ങി വഴക്കടിച്ച് കിടക്കുന്നു. അവളുടെ അടുത്ത് മൂപ്പിക്കാറ് ദേഷിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് റാണി കടിപിടി കൂടി അവളോട്. രണ്ടുപേർക്കും ചെറിയ 1-2 പോറലൊക്കെ കിട്ടി. മാന്തൽ വലിയ രീതിയിൽ കുഴപ്പമോ കടിയില്ലെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ കൂടിയെങ്കിൽ നല്ല മുറിവുണ്ടായിരുന്നേനെ. ചെറിയ 1-2 മാന്തൽ തൊലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ രണ്ടുപേരത് ഇളവി. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടാ, രണ്ടുപേരും വീണ്ടും കൂട്ടായിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ഇതുണ്ട്. ഇന്നലെ നൈറ്റ് നമ്മൾ ഇട്ട് നോക്കി കൂട്ടിൽ ഒരുമിച്ച്, പ്രശ്നമില്ലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒരുമിച്ച് കൂട്ടിലിട്ടത്. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, വരട്ടി ഇത്തിരി. അപ്പോഴത്തേ പിന്നെ കുഴപ്പമില്ല. ഇത്രയും നേരം കുഴപ്പമില്ലാതെ ഇവിടെ കിടന്നത്. അവൾക്ക് ചില ദിവസങ്ങളിൽ അവളെ മൂഡ് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അവൾ ഇച്ചിരി വയലൻ്റ് ആവും റാണി. അത് വയറ്റിയുടെ അടുത്താണ് പ്രശ്നം. മറ്റൊരു പുന്നൊരിച്ചിനുണ്ട്. മസാജ് ചെയ്ത് ജിമ്മി എൻ്റെ അടുത്ത് ദേശിച്ചേ. വാ ചാടി വീര്, വാ. കളിക്കരുത്. നീ ദേഷിക്കുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും, ഇടയ്ക്കൂടെ കടിയും തരും കേട്ടാ. എന്ത് തടവണോ? തടവുമ്പോൾ നീ ദേഷിക്കല്ലോ. പിന്നെ ഞാൻ നീ തടവണ നിന്നെ? നീ മുഖം നോക്കിയാണ്, ഈ ചുന്നരം മുഖം നോക്കിയാണ്. റാണമ്മ ഇറങ്ങി വാ റാണി. 2 കൈ എടുത്ത് വെച്ച് പിടിക്കുക. എന്താടാ അവൾ ഇറങ്ങി വരാത്തതിന് ഞാൻ എന്താണ്? അതെന്താ പറയുക, അവളെ കൂടെ ചിലപ്പോഴൊക്കെ കളിക്കാൻ കൂടുതൽ ചെല്ലുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ല.
ഒരുപാട് ശല്യം ചെയ്താൽ അവൾ പിന്നെ ഇങ്ങനെ കൂട്ടുന്നിറങ്ങാതെ ഇങ്ങനെ കയറി കിടക്കും. ഇന്ന് പകലും രാവിലെ മൊത്തം അവൻ ശല്യം ചെയ്തു. ഇത് ഇരുത്തോക്കിയാണ് എന്തുവാ അവിടെ എന്തൊക്കെ കാണിക്കുന്നൊക്കെ. എന്തുവാ ഈ കാണിച്ചിനെ? എന്തുവാ ഈ കഴിച്ചിനെ? തലവാനാണ് ഈ കിടക്കുന്നത്. റാണി ഇറങ്ങിയാ മതിയാ പോരൊന്ന്. കള്ള എനിക്ക് ഷോപ്പിൽ പോണ്ടേ, നിന്റെ തടയിൽ കൊണ്ടിരുന്നാൽ മതിയാ. കൈ തടവണം അവന്. കൈ മാറ്റാൻ സമ്മതിക്കുന്നില്ല. കൊച്ചിന് ഭയങ്കര വൃത്തിയും കാര്യമൊക്കെയാ. ചുഞ്ഞൊരു മോന്. ജിമ്മിനെ സിനിമയിലെടുക്കാൻ പറയട്ടാ. ജിമ്മി ബാ നമുക്ക് അടുക്കളയിൽ പോകാം. ബാ ജോലിയുണ്ട്, അത് ഒതുക്കിയിട്ട് പോവാം. ബാ അടുക്കളയിൽ പോവാന്ന് പറഞ്ഞപ്പോൾ കിടന്നാ മടിയാനാ, പണിയെടുക്കാൻ വയ്യ. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് വയ്യാത്ത എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് ചോറ് തന്നെയാണ്. എടാ കള്ള, എടാ കള്ള. റാണി ഭയങ്കര ദേഷ്യം. എന്തുവാ വൈകിട്ട് ഇച്ചിരി വെയിലും കൊണ്ടിട്ട് കാറിൻ്റെ അടി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കിടന്ന് വാലാട്ടുന്നു. അതുകൊണ്ട് വാലാട്ടുന്നുണ്ട്, കാറിൻ്റെ അടി കയറി കിടന്ന്. അപ്പോൾ എല്ലാവർക്കും ബൈ.